ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ കോഴി ഫാമിൽ 41 ദിവസമായ കോഴികളുടെ വെയിറ്റാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കോഴി ഫാമിലുണ്ട് ഇങ്ങനെ മാറാലുണ്ട്, പക്ഷെ നമ്മൾ തട്ടാൻ പാടില്ല. കോഴി ഉള്ളപ്പോൾ മാറാലൊന്നും തട്ടി കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു വെയിങ് മെഷീൻ എടുത്തിട്ട് ഒരു ബക്കറ്റ് തൂക്കിയിട്ട് 0 ആക്കിയിട്ട് വെക്കുക. ഇതേപോലെ വെക്കുക. എന്നിട്ട് ഒരു കോഴീനെ പിടിച്ചിട്ട് നമുക്ക് തൂക്കം നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മീഡിയം കോഴീനെ എടുത്തിട്ടുണ്ട്. 41 ദിവസമായ കോഴികളാണിത്. അതിലത്തെ ഒരു പൂവൻകോഴീനെ നോക്കിയിട്ടാണ് പിടിച്ചത് കേട്ടോ. പൂവൻകോഴീനെ എല്ലാവർക്കും അറിയാമല്ലോ, തലയിൽ വലിയ പൂവുണ്ടാവും കേട്ടോ. എന്നെ സഹായിക്കാൻ ആരും ഇല്ലാത്ത കാരണം കേട്ടോ അങ്ങനെയൊക്കെ വരുന്നത് വീഡിയോസ്. ഞാൻ തന്നെയാണ് ആ കോഴീനെ പിടിച്ചിട്ട് അതിലിടണതും. ഒരു കയ്യിൽ മൊബൈലും ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി അതിൻ്റെ പടച്ചിലൊക്കെ ഒന്ന് നിർത്തണം. കുറച്ച് നേരം കിടന്നിട്ട് ഇങ്ങനെ ബഹളം വയ്ക്കും. അതിന് ശേഷം മാത്രമാണ് നമ്മൾ വെയിറ്റ് നോക്കാൻ പാടുള്ളൂ കേട്ടോ. ഒന്ന് ശാന്തമായി കിടക്കുമ്പോൾ. അതുപോലെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര കിലോ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. 145 ഇതിൻ്റെ തൂക്കം വരുന്നത് കേട്ടോ. 3 കിലോനും 145 ഗ്രാം ഉണ്ട് കേട്ടോ. നമുക്ക് വേറൊരു പെടക്കോഴീനെ പിടിച്ച് നോക്കി നോക്കാം. ഇത് പെടക്കോഴിയാണ്. അപ്പോൾ ഇതിന് എത്ര തൂക്കം ഉണ്ടെന്ന് നോക്കി നോക്കാം കേട്ടോ. ഇതുപോലെ തന്നെ അതിൻ്റെ പടച്ചിലൊക്കെ നിന്ന് 0 ആക്കി പിന്നെ ആക്കുമ്പോൾ 2,660 ഒരു പെടക്കോഴിയുടെ തൂക്കം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പൂവൻകോഴിക്കായിരിക്കും പെടക്കോഴിയെക്കാട്ടിയും തൂക്കം കൂടുതൽ വരിക. ഇപ്പോൾ 2,660 ആ പെടക്കോഴിയുടെ തൂക്കം. ഇനി ഒരു വലിയ പൂവിനെ പിടിച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വലിയൊരു പൂവൻകോഴീനെ പിടിച്ചിട്ട് അതിലിട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ തൂക്കം എത്ര നോക്കാം. 3,365. അപ്പോൾ കോഴികളൊക്കെ കൊടുക്കാനുള്ള തൂക്കമായിട്ടുണ്ട് കേട്ടോ.